സാറാ, എൻ്റെ പേന കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. പിന്നെ എൻ്റെ പേന എവിടെ പോയി? അവനവൻ്റെ സാധനങ്ങൾ അവനവൻ തന്നെ സൂക്ഷിക്കണം. മമ്മി, എൻ്റെ കുപ്പിതാ, വെള്ളം നിറച്ചോ? എന്തിനാ എൻ്റെ ബാഗ് പരിശോധിക്കുന്നേ? ഇത് എവിടുന്നാടി ഈ മിഠായി? അതെൻ്റെ കൂട്ടുകാരി തന്നതാ. ഏത് കൂട്ടുകാരിയാ എന്നും നിനക്ക് മിഠായി തരുന്നേ? വേണമെങ്കിൽ തിന്നാ മതി, വലിയ അന്വേഷണമൊന്നും വേണ്ട. മിനിങ്ങാതെ പേന കിട്ടി, എന്നും മിഠായി കൊണ്ടുവരുന്നു. ഇങ്ങനെ തരുന്നത് ഏത് കൂട്ടുകാരിയാ? ദേ, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മമ്മിയോട് പറയാൻ പോവാ. മമ്മി, മമ്മി. മിണ്ടിയാൽ ഞാൻ കൊന്നു കളയും. അപ്പൻ വേണ്ടേ? ഇങ്ങനെയൊരു ചേട്ടൻ എനിക്ക് വേണ്ട. പണി ഞാൻ തരും. അതിന് നീ ഇപ്പൊ എന്നെ എന്ത് ചെയ്യാനോ? കഴിഞ്ഞ ദിവസം കേട്ടില്ലായിരുന്നോ? ചേട്ടൻ കിടന്നുറങ്ങിയപ്പോൾ അനിയൻ കല്ലിനടിച്ച് കൊന്നൂന്ന്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ശരിക്കും? ആ, ശരിക്കും. എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട്? കർണത്തിന് സ്വൈര്യമില്ലല്ലോ. മമ്മി, ചേട്ടായി പറയാ എൻ്റെ സ്കൂളിനേക്കാളും നല്ല സ്കൂള് ചേട്ടായിടേതാണെന്ന്. എന്താ ഇന്ന് കാപ്പിക്ക് കടി? മമ്മി, ഈ പ്രാവശ്യം VBSന് ചെല്ലുമോന്ന് എൻ്റെ കൂട്ടുകാരി ചോദിച്ചു. ഞാൻ പൊക്കോട്ടെ? അപ്പയോട് ചോദിക്കുക. ഈ പ്രാവശ്യം സാറേയും വിടണട്ടോ മമ്മി. അതെന്താ? അവൾ ഒത്തിരി നന്നാവാനുണ്ട്. ഞാനില്ലേ, എന്നെ പ്രതീക്ഷിക്കണ്ട. അത് ശരിയാ. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടായി പോയിട്ട് വന്നതിൽ പിന്നെ ഒത്തിരി നന്നായി. ഇവിടെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാൾ അവനാ. അവൻ്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റാ വന്നേന്നറിയോ? എന്നാൽ മമ്മിയും പങ്കെടുക്കുന്നത് നല്ലതാ. നിന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് പോയാൽ മതി. എൻ്റെ സ്വഭാവത്തിനൊരു കുഴപ്പമില്ല. എല്ലാ ഭ്രാന്തന്മാരും ഇങ്ങനെയാ പറയാറ്. എനിക്ക് ഭ്രാന്തില്ല, നിങ്ങൾക്കാണ് ഭ്രാന്ത്. നീ VBSന് വന്നാൽ നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ മാറും. നല്ല കൂട്ടുകാരെയും കിട്ടും. എനിക്കങ്ങനെ നല്ല കൂട്ടുകാരൊന്നും വേണ്ട. ഒരു പുണ്യാളം വന്നിരിക്കണു. ഹലോ, ഞാൻ വിളിച്ചതേ ഇത്തവണ VBSന് സാറേയും വരാൻ പ്രാർത്ഥിക്കണം കേട്ടോ. അന്ന് ക്ലാസ് എടുത്തപ്പോൾ അങ്കിള് പറഞ്ഞില്ലേ കൂട്ടുകാരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നാൽ മേടിക്കരുതെന്നും. സാറ് എന്നും മിഠായിയും വളകളും റായും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് പേടിയാവുകയാ. അവളുടെ കൂട്ടുകാർ തരുന്നതാണെന്നാണ് പറയുന്നേ. പക്ഷെ എനിക്ക് ആ ക്ലാസ് കേട്ടതിൽ പിന്നെ പേടിയാ. സാരമില്ലെന്നേ, ഞാൻ പ്രാർത്ഥിക്കാം. പപ്പയോടും മമ്മിയോടും പ്രാർത്ഥിക്കാൻ പറയാട്ടോ. ഓക്കെ, അവളൊന്ന് വന്നാ മതിയായിരുന്നു. ആ, ദേ പപ്പ വെട്ടി കഴിഞ്ഞു വന്നല്ലോ. ഇന്നെന്താ നിങ്ങൾ വൈകിയോ? പപ്പേനെ ഇങ്ങനെ മിന്നൽ പോലെയല്ലേ കാണാറുള്ളൂ. കണ്ടിട്ട് പോകാന്ന് വെച്ചു. ശരി ശരി, നിങ്ങൾ വിട്ടോ. എനിക്ക് പോകാൻ സമയമായി. എടി, വേഗം ഒരു ഗ്ലാസ് ചായ താ. ഓ, ഞങ്ങളാകെ കേൾക്കുന്ന വാക്കുകളാ. എനിക്ക് സമയമില്ല, പോകാറായി, കിടക്കാറായി. ഓ എൻ്റെ പപ്പേ, ഞങ്ങൾ പോവാ. നിങ്ങൾക്ക് വേണ്ടിയാ ഈ കഷ്ടപ്പെടുന്നേ. ഇരിക്കേ, ഇതേ ചായ. കഴിക്കാനൊന്നും എടുക്കണ്ട, എനിക്ക് പോകാൻ സമയമായി.
ഹലോ. എന്തടി വിശേഷം? സുഖമായിരിക്കുന്നു. മക്കളും ചേട്ടായും ഒക്കെ പോയി. കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്താ സ്പെഷ്യൽ? എന്ത് സ്പെഷ്യൽ? സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിയാ. എന്താ വിളിച്ചേ? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുക, നീ വരുന്നുണ്ടോ എന്നറിയാനാ. ഞാനെങ്ങും വരുന്നില്ലേ. അങ്ങനെ പറയൂന്നറിയാം, വെറുതെ വിളിച്ചു നോക്കിയതാ. എന്തോരം പണിയാ കിടക്കുന്നത്. പിന്നെ ആ റോസിന് എന്താ പറ്റിയെന്ന് കൂടി അറിയണം. ഏത് റോസ്? എടി, ആ കുടുംബം കലക്കി എന്ന് പറഞ്ഞ സീരിയലിലെ റോസില്ലേ, അവൾ ഇന്നലെ വിഷം കഴിച്ച ഐസിയുവിലാണ്. മരിക്കുവോ ആവോ. സ്വന്തം കുടുംബം കറങ്ങാതിരിക്കണമെങ്കിലേ വല്ലപ്പോഴൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്നത് നല്ലതാ. പിന്നെ ഈ സീരിയലിൻ്റെ സമയത്ത് ആ പ്രാർത്ഥന വെച്ചേക്കുന്നേ. മോള് പോയിട്ട് വാ, എന്നെ കൂടി ഓർത്തേരെ. ശരി ശരി, വൈകിട്ട് കാണാം. ഹലോ, എന്താ ടീച്ചറേ? സ്കൂളിലേക്ക് വരണോ? എന്തിനാ ടീച്ചറേ? ആണോ? ഓക്കെ ടീച്ചറേ. എന്താണാവോ നാളെ ചെല്ലാൻ പറഞ്ഞത്? കുറച്ച് കടുപ്പിച്ചാണല്ലോ പറഞ്ഞത്. അവൾ എന്തേലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവോ ആവോ. മമ്മി, വന്നോ? എന്താടി നീ സ്കൂളിൽ ഒപ്പിച്ചേക്കണേ? എന്ത്? ഞാനൊന്നും ഒപ്പിച്ചിട്ടില്ല. പിന്നെ ടീച്ചർ എന്തിനാ നാളെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞത്? വരാൻ പറഞ്ഞോ? എന്തിന്? എനിക്കറിയില്ല. വല്ലതും ഒപ്പിച്ചിട്ടുണ്ടേല് ടീച്ചറിൻ്റെ മുമ്പിലിട്ട് ഞാൻ നിന്നെ ശരിയാക്കും. മമ്മി വന്നു നോക്ക്, എനിക്കറിയില്ല. ഇവൾ എല്ലാ ദിവസവും പേനയും വളയും മിഠായും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആരുടെയെങ്കിലും മോഷ്ടിക്കുന്നതാണെങ്കിലോ? അതാവും കാരണം. എന്നിട്ടെന്താ നീ ഇതുവരെ പറയാഞ്ഞത്? പറഞ്ഞാൽ ഇവളെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞ് ഇവളെയും VBS വിടണോന്ന്. എല്ലാ കുട്ടികളും VBS പോയിട്ടാണോ നന്നാകുന്നേ? നല്ല മാതാപിതാക്കളുള്ളിടത്ത് മക്കൾ നന്നായിട്ട് വളരും. എന്താടാ നിന്റെ അപ്പനും അമ്മയ്ക്കും ഒരു കുറവ്? പപ്പയ്ക്കാണെങ്കിൽ ജോലി, വാർത്ത, ഉറക്കം. മമ്മിക്കാണെങ്കിൽ വീട്ടുപണി, സീരിയൽ. പിന്നെ ഞങ്ങൾ എങ്ങനെ നന്നാവാനാ? ഞങ്ങൾ നന്നാവണമെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകണം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നല്ല ശീലം പഠിക്കട്ടെ എൻ്റെ മമ്മി. മതി മതി, പപ്പ വരട്ടെ, നിന്നെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കേമായി. എനിക്ക് വിശക്കുക, കാപ്പി താ. ഇതെന്തേ ഇവിടെ ഒരു ഒച്ചയോ അനക്കൊന്നുമില്ലാത്ത? ഓഹോ, മമ്മിക്കിന്ന് സീരിയലും കാണണ്ടേ? ഒരു മരണ വീട് പോലെ. മക്കൾ ഓരോന്നൊക്കെ ഒപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കാം. എങ്ങനെ ഇരിക്കും? അവളുടെ ടീച്ചർ നാളെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കുക. കുറച്ച് കടുപ്പിച്ചാ പറഞ്ഞത്. എന്താ കാര്യം എന്ന് നാളെ പറയാന്നാ പറഞ്ഞത്. എന്തേടി കാര്യം? എന്തേലും കുരുത്തക്കേട് കാട്ടിയാൽ നിന്നെ വെച്ചേക്കില്ല ഞാൻ. പപ്പയോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളെയും VBS വിടാൻ. മിണ്ടാതിരിക്കടാ.
നിൻ്റെ ഒരു VBS. എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു VBS. ഗാന്ധിജി VBS വഴി പോയിട്ടല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ തോർത്തങ്ങെടുത്തേ, ഞാൻ കുളിച്ചിട്ട് വരാം. പോലീസ് ജോയി. പപ്പേ, ദേ പപ്പയുടെ കൂട്ടുകാരൻ പോലീസ് അങ്കിൾ വിളിക്കുന്നു. കുളിക്കാം, വിളിക്കാന്ന് പറയടാ. അങ്കിളെ, പപ്പ കുളിക്കുകയാ, ഇറങ്ങിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ദേ മമ്മി, ഫോൺ ആരാന്നറിയില്ല. ഹലോ, ആരാ? സ്റ്റേഷനിൽ നിന്നോ? അതെ, ഷാജിയുടെ വീടാണ്. എന്താ സാറേ? ചേട്ടായി കുളിക്കുമായിരുന്നു. ആണോ? ആ ആ ആ ആ ആ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറയാം. ആ ഓക്കെ സാർ. എൻ്റെ ദൈവമേ, എന്തായിരിക്കുമോ? ചേട്ടായി, ഇതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. SI ആണെന്നാ പറഞ്ഞ്. തിരിച്ചു വിളിക്കാൻ പറഞ്ഞേക്കുവാ. സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞോ? എന്തിനായിരിക്കുമോ? എന്തേലും ഒപ്പിച്ചോ? ഏയ്, ഒന്നുമില്ലാലോ. ദൈവമേ, എന്തായിരിക്കുമോ? എടി ടീച്ചർ വിളിച്ചത് കടുപ്പിച്ച. നാളെ ചെല്ലാനും പറഞ്ഞേക്കുവാ. ഇപ്പോൾ ദേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചേക്കുന്നു. ഷോ, ഇനി എന്താ ചെയ്യാ? എന്തായിരിക്കുമോ? ദൈവമേ, ആരോടാ ഒരു സഹായം ചോദിക്കാം? ഓർത്തിട്ട് ആരെയും കിട്ടുന്നുമില്ല. സാമേ, എടാ നിൻ്റെ VBSൽ കൂട്ടുകാരി വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറയടാ. പേടിയാകുന്നു. എന്തെന്തോ ഗാന്ധിജി VBS പോയിട്ടല്ലോ സ്വാതന്ത്ര്യം നേടുന്നത്. ഒന്ന് വിളിക്കടാ. അങ്ങനെ കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള ഭക്തിയൊന്നും വേണ്ട. മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ ചാടിയതുപോലെ ആയല്ലോ. ഇപ്പൊ SI വിളിക്കും. എന്ത് കുളിയാടാ ഇതെന്ന് ചോദിക്കും. ശരിയാടി, ഒരു ബുദ്ധി പറഞ്ഞതാ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറയടാ, പ്ലീസ്. നിങ്ങൾ എന്തിനാ അവൻ്റെ കാല് പിടിക്കുന്നേ? നിങ്ങളുടെ കൂട്ടുകാരനാ പോലീസ് ജോയി വിളിച്ചായിരുന്നു. ജോയ് സാറോ? അതെ, ഒന്ന് വിളിച്ചു നോക്ക്. എന്തേലും അറിഞ്ഞിട്ടായിരിക്കും. ഫോണിങ് താ, കൈവിറച്ചിട്ടും പാടില്ല. ഒന്ന് വിളിച്ചേ. എനിക്കും ഉണ്ടടാ VBS ഒന്നും പഠിക്കാത്ത കൂട്ടുകാരൻ. നീ ഇപ്പോൾ കണ്ടോ? ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടെ വിളിക്ക്. ഇപ്പോ SI ഒന്ന് വിളിച്ചാർന്നെങ്കിൽ. ഒന്ന് മിണ്ടാതിരുന്നെങ്കിലും സഹായിക്കടാ. ദേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെയാ എല്ലാ കച്ചിരിമ്പും കഴിയുമ്പോഴും വിളിക്കുന്ന പേരാ ദൈവമേ എന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞു പപ്പേ, പേടിക്കണ്ട, ധൈര്യമായിട്ട് എടുത്തോ. ഞാൻ എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞു, പേടിക്കണ്ടെന്നേ, ധൈര്യമായിട്ട് എടുത്തോ. ഹലോ ഹലോ, ഷാജിയാണോ? അതെ സാർ. ഞാൻ സ്റ്റേഷൻ SI ആണ് വിളിക്കുന്നത്. നാളെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാർ കാര്യം? മയക്കുമരുന്നുമായി കുറെ കുട്ടികളെ പിടിച്ചു. കൂട്ടത്തിൽ നിങ്ങളുടെ കുട്ടിയുടെ പേര് അവർ പറഞ്ഞു. സാർ, അവൾ കുട്ടിയാണ്.
4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ആ ശരി, ഓക്കെ സാർ. ദേ മമ്മി, എൻ്റെ കൂട്ടുകാരുടെ പപ്പയാ. ആ അങ്കിളെ. ആ ആ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം കേട്ടോ അങ്കിളെ. ശരി, ഓക്കെ. ഇതാവും ടീച്ചർ വിളിക്കാൻ കാരണം. ദൈവമേ, എങ്ങനെയാ നാളെ ടീച്ചർമാരെ ഫേസ് ചെയ്യുന്നത്? ആരോടും ഈ കാര്യം പറയാനും പറ്റില്ലല്ലോ. എങ്ങനെ ആളുകളെ വിശ്വസിക്കാം? ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല. കൂട്ടുകാരിയാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വിളിക്കുമായിരുന്നു. വല്ലപ്പോഴെങ്കിലും പോകാറുന്നു. അവരോടാകുമ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാറുന്നു. അവർ പ്രാർത്ഥിക്കുകയും നല്ല പരിഹാര മാർഗങ്ങൾ പറയുകയും ചെയ്തേനെ. അവരെ വിശ്വസിക്കുകയും ചെയ്യാമായിരുന്നു. ഓ, അതല്ല ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അതല്ലേ ഞാൻ പറയാറ്, എൻ്റെ കൂട്ടുകാരുടെ ചർച്ചിൽ പോകാന്ന്. എന്ത് സന്തോഷമാ അവർക്ക്. അവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വീട്ടിൽ എന്ത് സ്നേഹത്തോടെ ഇടപെടുന്നു. അവർ എപ്പോഴും എന്ത് ഹാപ്പിയാ. ഹലോ സാർ. ആ ആ നല്ല വിശേഷം സാർ. ആ ആ ആ ഉവ്വ ഉവ്വ, ഇപ്പം എസ് ഐ വിളിച്ചായിരുന്നു. ആ ആ ആ ആ ആ ആ ആ ഉവ്വ ഉവ്വ. ആ ആ ആ അവൾ കൊച്ചല്ലേ സാറേ. ആ ആ ആ ഞങ്ങൾ സൂക്ഷിച്ചോളാം സാറേ. ആ ഇനി അങ്ങനെയൊന്നും പോവില്ല. അവളെ ഞങ്ങൾ വളരെ സൂക്ഷിച്ചോളാം. ആ ഓക്കെ ഓക്കെ സാർ. ആ എസ് ഐയോട് പറയുമോ? ആ എസ് ഐയോട് പറഞ്ഞോളാമോ? ആ ഓക്കെ. അപ്പോൾ നാളെ സ്റ്റേഷനിൽ പോകണ്ടല്ലോ. ആ ഓക്കെ സാർ, വെരി താങ്ക് യു സാർ. ഓക്കെ ബൈ. ആ ഓക്കെ ഓക്കെ. സ്കൂൾ പരിസരത്ത് എന്നും മയക്കുമരുന്ന് വിൽപ്പന ഉണ്ടായിരുന്നു. എന്നും പരിശോധന ഉള്ളതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ പാട്ടിലാക്കിയതാണ്. അതിനായിട്ട് കുഞ്ഞുങ്ങളെ അവർ ഉപയോഗിച്ചു. കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മിഠായികളും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു കൊടുക്കും. അവരുമായി തമാശ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവർ കുഞ്ഞുങ്ങളുടെ ബാഗിൽ പൊതിവയ്ക്കും. എന്നിട്ട് അവരോട് പറയും, അപ്പുറത്ത് നിൽക്കുന്നവരെ കാട്ടിക്കൊടുത്തിട്ട് അവരുടെ അടുക്കി ചെന്ന് അവർ മിഠായി തരുമെന്ന് പറയും. അവർ വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ തമാശ പറഞ്ഞ കൂട്ടത്തിൽ ഇവരുടെ ബാഗിൽ നിന്ന് അവരത് എടുക്കും. ഇത് കണ്ടു നിന്ന് ഒരാൾ സംശയം തോന്നിയിട്ട് പോലീസിനെ അറിയിച്ചു. അവർ രഹസ്യത്തിൽ വന്ന് ഓരോ ദിവസങ്ങളിലും പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് സ്കൂളിൽ ചെന്ന് കുട്ടികളുടെ അഡ്രസ്സൊക്കെ തപ്പി അങ്ങനെ സാറയുടെ കിട്ടിയതാണ്. സാറയുടെയും പേര് അവരുടെ കൈകളിലുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അവൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതെങ്കിലും അവളും അതിൽ പെട്ടുപോയില്ലേ. ടീച്ചർമാർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കുട്ടിയെ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എസ് ഐയോട് പറഞ്ഞോളാം, ചെല്ലുമൊന്നും വേണ്ട, സാറ് ഡീൽ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുട്ടീനെ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. സാർ അതാണ് ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ ദൈവമേ. സാമേ, ഈ അവധിക്കാലത്ത് VBS ഉണ്ടോടാ? ഉണ്ട്. ഞാൻ പപ്പയോട് പൊക്കോട്ടെ എന്ന് ചോദിക്കാതിരിക്കുകയായിരുന്നു. ഒക്കോ, ഈ പ്രാവശ്യം സാറേയും കൊണ്ടുപോയിക്കോട്ടോ. ഓക്കെ പപ്പ. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിടന്നാലോ? എനിക്ക് പേടിയാവുന്നു. പ്രാർത്ഥന പുസ്തകം എടുത്തുകൊണ്ട് വാ. പ്രാർത്ഥനാ പുസ്തകമോ? അയ്യോ, അത് ഞാൻ അപ്പുറത്തെ ചേച്ചിക്ക് കൊടുത്തു. അതെന്തിനാ? അവരുടേത് കീറിപ്പോയി എന്ന് പറഞ്ഞു. ഇവിടുത്തെ ചുമ്മാ പൊടി പിടിച്ചിരിക്കുകയല്ലേ എന്ന് ഓർത്തിട്ടാ. എന്നാൽ നാളെ ഒരു പുസ്തകം മേടിച്ചിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാം. പപ്പ, ഈ പുസ്തകമൊന്നും വേണ്ട. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. എന്നെ VBSൽ പഠിപ്പിച്ചതാ. ഞാൻ പപ്പയെ പഠിപ്പിക്കാം. പപ്പേ, നമുക്കെൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊന്ന് പോയാലോ? അവരെന്നും ക്ഷണിക്കാറുണ്ട്. നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ. ഇത് ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ. ഏയ്, അത് വേണോ? ഒന്ന് പോയിട്ട് വരാന്നേ. അവൻ്റെ ആഗ്രഹമല്ലേ.
എന്തുമാത്രം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഇപ്പം കൂടി വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. ഓ ശരി ശരി, നാളെ പോകാം. വാ, സാമിൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. ഹലോ ചേട്ടായി, ഞാനൊന്ന് സാറയുടെ സ്കൂൾ വരെ പോവാണ്. ബാഗെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടായി വന്നിട്ട് റെഡിയായി പൊയ്ക്കോളൂലേ? പിന്നെ വൈകിട്ട് കട കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾ റെഡിയായിരിക്കാം കേട്ടോ. സാമിൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകണ്ടേ? ആ ശരി എന്നാൽ. വേഗം ഒരു ഗ്ലാസ് ചായ തന്നേ. ആ, വീട്ടിൽ വന്ന അപ്പം ചായ. സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞതെന്നറിയാൻ. കുഞ്ഞുങ്ങളെയൊക്കെ വലുതാ ചായ. ഇപ്പം കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് ഇങ്ങനെ എത്തിയല്ലേ ഉള്ളൂ. എടി, സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചായക്ക് പ്രത്യേക ടേസ്റ്റാ. എടി, ജോയ് സാറ് പറഞ്ഞില്ലേ കുഴപ്പമില്ലെന്ന്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? എന്നാലും പപ്പേ, എന്താ കാര്യമെന്നറിയാൻ തോന്നിയില്ലേ? എന്നാ ഒന്ന് പറ. അത് ജോയ് സാറ് പറഞ്ഞതുപോലെ തന്നെയാ. അവർ കുഞ്ഞുങ്ങളെ പാട്ടിലാക്കിയതാ. മിഠായിയും ചോക്ലേറ്റും ഇഷ്ടമുള്ളതൊക്കെയും കൊടുത്ത്. എൻ്റെ പൊന്നോ, ടീച്ചറിനെ ഫേസ് ചെയ്യാൻ ഞാൻ പെട്ട പാട്. ടീച്ചറിനത് മനസ്സിലായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചില്ല. നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ ടീച്ചർ അവളോട് ചോദിച്ചറിഞ്ഞു. അവരൊത്തിരി തമാശ പറയുകയും കളിച്ച് ചിരിച്ചിരുന്ന് ഇഷ്ടമുള്ളതൊക്കെയും വാങ്ങി തന്നു. അതാ അവരുമായി കൂട്ടുകൂടിയത്. ഇങ്ങനെ വല്ലവരും തരുന്നതൊക്കെ എന്തിനാ മേടിച്ച് കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേ പറഞ്ഞ്, വീട്ടിലാരും ഇങ്ങനെ മേടിച്ച് തരില്ല. പപ്പയ്ക്കാണേൽ ജോലി തിരക്കും, വീട്ടിൽ വന്നാൽ വാർത്തയും വെച്ചിരിക്കും. മമ്മിക്ക് വീട്ടുജോലിയും മറ്റ് തിരക്കുകളും. ചേട്ടായി ആണേലും വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും. ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കാനൊന്നും ആർക്കും സമയമില്ല. പുറത്തിറങ്ങി മിഠായിയും ചോക്ലേറ്റും മേടിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കളറും കെമിക്കലുമാ. നല്ലതൊന്നും പറഞ്ഞാൽ ഇഷ്ടമുള്ളതൊന്നും മേടിച്ച് തരില്ല. അതുകൊണ്ട് അവർ തന്നപ്പോൾ മേടിച്ച് കഴിച്ചതാന്നാ പറഞ്ഞ്. ടീച്ചർ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പേടിക്കണ്ട, സൂക്ഷിച്ചാൽ മതി എന്നാ പറഞ്ഞത്. കുറച്ചു നേരം കുഞ്ഞുങ്ങളുമായി ചെലവിട്ട് അവരുടെ കൂട്ടുകാരായി വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തെ കൂട്ടു തേടി പോകില്ല എന്ന് പറഞ്ഞു. എന്തേ ഇങ്ങനെ കണ്ണും മേടിച്ചിരിക്കുന്നേ? ഇപ്പോഴെന്നെ കേൾക്കാൻ സമയമുണ്ടായോ? പപ്പ രാപ്പകൽ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്നറിയാം. എനിക്കും വിഷമമുണ്ട്, മിണ്ടാനും പറയാനും ആരുമില്ലാതെ. പക്ഷെ ഞാനത് ആരോടും പറയുന്നില്ലെന്ന് മാത്രം. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവർ കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ, അവരെ കേൾക്കാനും കൂട്ടുകൂടാനും ആളെ കിട്ടുമ്പോൾ ആ സന്തോഷം കൂടുതലായിട്ട് അവരാഗ്രഹിക്കും. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ മാറിയാൽ മാത്രമാണ് എല്ലാം സന്തോഷമാകത്തുള്ളൂ. ഇത്രയും പരാതിപ്പെട്ടിയൊക്കെ ആയിട്ടാണോ നിങ്ങൾ നടന്നത്? പെട്ടിക്കകത്തുനിന്ന് 1-2 എണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ബാക്കി പറയാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി ഒരു ഗ്ലാസ് ചായ തരുമോ? എന്നിട്ട് ബാക്കി കേൾക്കാം. ഇന്നാ, ഒരു ഗ്ലാസ് ആക്കണ്ട, ഒരു കപ്പ് കുടിച്ചോ, എന്നിട്ട് പറ. പപ്പയ്ക്കും മമ്മിക്കും എന്താ തോന്നിയത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നിട്ട്? മമ്മിയുടെ പരാതി കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ സന്തോഷം ഓർത്തിരിക്കുകയായിരുന്നു. അത് പരാതിയല്ലല്ലോ, യാഥാർത്ഥ്യങ്ങളല്ലേ. ഓരോ ദിവസവും എത്രയോ പേരുമായ സംസാരിക്കുന്നേ.
പക്ഷെ അവരുടെ കൂടെ ഇരുന്നപ്പോൾ എന്ത് സന്തോഷമായിരുന്നു. എത്ര സ്നേഹത്തോടെ അവരിടപെടുന്നത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെവിടെ വെച്ച് കണ്ടാലും അപ്പൻ്റെ അമ്മയുടെയും കൂടെ മക്കളും ഉണ്ടാവും. ഏത് ഫംഗ്ഷൻ വെച്ച് കണ്ടാലും അങ്ങനെയാണ്. അതൊന്ന് കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. ശരിയാ, ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുടെ എല്ലാവരുടെയും പ്രത്യേകതയാണ് അത്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ? അടുത്ത ആഴ്ച മുതൽ ഞാനും അവരുടെ ചർച്ചിൽ പോവുകയാണ്. ശരിക്കും? മമ്മി, സാറ വണ്ടിയിൽ വെച്ച് പറയുകയാ, അവളുടെ വീട്ടിലെ പോലെ പാപ്പയും മമ്മിയും സ്നേഹത്തോടെ ഇടപെടുമെങ്കിൽ അവളും VBSന് വരാമെന്ന്. കണ്ടോ അവരുടെ ഉള്ളിലെ വിഷമം എത്ര മാത്രം ഉണ്ടെന്ന്. ജീവിതത്തിലൊരു തിരുത്തൽ ആവശ്യമാണ്. എനിക്കിപ്പോൾ അതങ്ങനെ തോന്നുക. അവൾ കുട്ടിയായത് കൊണ്ടല്ലേ വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നത്. അവൾ മുതിർന്ന ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തേനെ. മാധ്യമങ്ങളിൽ കൂടെ അവളുടെ ഫോട്ടോ സഹിതം വാർത്തയാകില്ലായിരുന്നോ? മാത്രമാണ് അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലോ? നമുക്കെങ്ങനെ അത് ഓർക്കാൻ കഴിയുന്നേ? അത് നമുക്ക് സഹിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ജീവിതത്തിലൊരു തിരുത്തൽ ആവശ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നി. അല്ലെങ്കിൽ അവർ മുതിർന്നു വരുമ്പോൾ അവരുടെ ഭാവി അപകടത്തിലാകും. അപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. ശരിയാ, അവരാഗ്രഹിക്കുന്ന സന്തോഷം നമുക്ക് വീട്ടിൽ നൽകാൻ ശ്രമിക്കാം. നല്ല മാതൃകയുള്ള മാതാപിതാക്കളാകാം. ചെല്ല്, പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. നമ്മൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ മാതാപിതാക്കളുടെ പുറകെ ആ കുഞ്ഞുങ്ങൾ എപ്പോഴും നടക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അതല്ലേ കുടുംബത്തിലെ സന്തോഷം. VBS ഒരു ചെറിയ ശുശ്രൂഷയല്ല, അത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതിലൂടെ കുട്ടികൾ മാത്രമല്ല നന്നാവുന്നത്, ഇതുപോലെയുള്ള കുറേ താപ്പാനുകൾ നന്നാവാനും അത് വഴി തുറക്കും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇന്നു മുതൽ ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുക. നാളെ അവർ ഫലം കഴിക്കാതിരിക്കുകയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.